സ്വർഗത്തിൽ പടച്ചവനായ തമ്പുരാൻ ഒരു മനുഷ്യന് കൊടുക്കുന്ന വയസ്സ്. നമ്മളിവിടെ ആഫിയത്തിനും ആരോഗ്യത്തിനും ദീർഘായുസ്സിനും വേണ്ടി നമ്മൾ പലപ്പോഴും നമ്മൾ ദുആ ചെയ്യാറുണ്ട്. ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യാറുണ്ട്. പല വയസ്സന്മാരും 70, 80, 90 ചെന്ന വയസ്സന്മാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് യുവത്വത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വലിയൊരു ആഗ്രഹമാണ്. യുവത്വത്തിലേക്ക് തിരിച്ചു പോകണം, എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് വയസ്സന്മാർ. കാരണം ഫ്രീക്കന്മാരായ കുട്ടികളൊക്കെ ബൈക്കിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ചൊക്കെ പോകുമ്പോ നമ്മുടെ ഈ വയസ്സന്മാരായ ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടാവും, എല്ലാവർക്കും അല്ല, എനിക്കും ഇവനെ പോലെ പോവാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു നിരാശ. എന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ബൈക്കൊന്നും ഉണ്ടായിരുന്നല്ലോ എന്നൊരു നിരാശ 70 വയസ്സുകാരൻ ആഗ്രഹിക്കും. അലാ ലൈത ശബാബ യഊദു യൗമാ ഫഅഖ്ബിറുഹു ബിമാ ഫഅലൽ മശീബു. സഹോദരങ്ങളെ, വയസ്സന്മാരെ മുഴുവനും ചെറുപ്പക്കാരാകാൻ ആഗ്രഹിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ടാണ് അള്ളാഹു വെള്ളപൂശിയ രോമങ്ങളെല്ലാം കറുപ്പ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ തിടുക്കം കൂട്ടുന്നത് ചെറുപ്പക്കാരനായിരിക്കണമത്രേ. എന്നാൽ നിങ്ങളുടെ ആഗ്രഹം പടച്ചവനായ തമ്പുരാൻ സാധിപ്പിച്ചു തരും. എപ്പോഴാണെന്നറിയോ? സ്വർഗത്തിൽ കടന്നാൽ വയസ്സന്മാര് എത്ര വയസ്സ് ചെന്ന ആളാണെങ്കിലും 150 വയസ്സായ ആളാണെങ്കിലും ഇവിടെ സഹോദരങ്ങളെ ശരീരം മുഴുവനും ചുക്കിച്ചുളിഞ്ഞ് മെലിഞ്ഞ് അതേ കൂനിപ്പിടഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യനാണെങ്കിലും അവന് സ്വർഗത്തിൽ കടന്നു ചെന്നാൽ നാളെ അവൻ അല്ലാഹു തആല കൊടുക്കുന്ന വയസ്സ് എത്രയാണെന്നറിയോ? 300 വയസ്സുള്ളവനും അല്ലാഹു കൊടുക്കുന്നത് 33 വയസ്സാണ്. 33 വയസ്സാണ്. അതെ, 33 വയസ്സാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.